നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. ലോങ് നോട്ട്സ് പാടാൻ ട്രൈ ചെയ്യുമ്പോൾ വോയിസ് ഷിവർ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സ്റ്റേബിൾ ആവാതെ നിൽക്കുന്ന പോലെ? ഇതൊക്കെ പ്രാക്ടീസിലൂടെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, സ്വരസ്ഥാനങ്ങളൊന്നും ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും സ്ലോയിൽ പാടാൻ തയ്യാറാവില്ല. എല്ലാവരും ഓട്ടമാണ്, സ്പീഡിൽ പാടിയേ പറ്റുള്ളൂ. ഇനി എന്തിനാണ് സ്ലോയിൽ പാടുന്നത്, എനിക്ക് ഓക്കെ ആയില്ലേ, ഈ ഒരു തോട്ട്. സൈക്കിള് നമ്മൾ ഓടിക്കില്ലേ, സൈക്കിൾ ഓടിക്കാനൊന്ന് ബാലൻസ് കിട്ടി കഴിയുമ്പോൾ നമ്മളൊക്കെ അതെടുത്തങ്ങ് പറക്കും അല്ലേ? സത്യമാണ്, എല്ലാവരും അത് സംഭവിച്ചു പോകുന്ന കാര്യമാണത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല സ്റ്റെബിലിറ്റി ഉള്ള, ഫോക്കസ് ഉള്ള, ബാലൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ പതിയെ ഏറ്റവും വേഗത കുറഞ്ഞ് താഴെ വീഴാതെ സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെയും. നമ്മൾ ഒരു നോട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നൂല് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വിബ്രാറ്റോ വൈബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഷിവർ ചെയ്യേണ്ട കാര്യം വരില്ല. പകരം കണ്ടോ, ആ വിബ്രാറ്റോ വരുന്നത് കണ്ടോ? ഇതില്ലാതെ ഇങ്ങനെ നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കണം. അത് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ആണ്. ശ്രുതി വെക്കുക, നോട്ട് ബൈ നോട്ടായിട്ട് ഓരോ സ്വരസ്ഥാനങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് ഒരു ബ്രത്തിൽ എത്രത്തോളം നമുക്ക് പാടാൻ പറ്റുമോ ഒരേ നോട്ടിൽ നിൽക്കാൻ ശ്രമിക്കുക. നൂല് പിടിച്ച പോലെ എന്ന് പറയാൻ കാരണം, നമ്മുടെ ചെവി നമ്മൾ ഷാർപ്പൻ ചെയ്യുക, നമ്മൾ പാടുന്ന ശബ്ദം നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ വിട്ടു പോവാതെ ആ നോട്ടിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടുകിട മാറാത്ത രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ മതി. ആദ്യം ചെയ്യുമ്പോഴൊക്കെ ഷിവറിങ് ഉണ്ടാവും. പക്ഷേ എനിക്കിത് പറ്റുന്നില്ലല്ലോ, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊന്നും ചിന്തിക്കരുത്. ഇതങ്ങനെയാണല്ലോ, ഓരോ ദിവസവും ഇന്ന് നമ്മൾ പാടുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്ന് കിട്ടില്ല, നാളെ അത് കിട്ടും. അപ്പം ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക, തുടർന്നുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് നമുക്ക് ഏക വഴി. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്.